യുകെയിൽ പാകിസ്ഥാനികളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഗ്യാങ് റേപ്പുകളും കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഈ പാകിസ്ഥാൻ യുവാക്കളെ കൊണ്ട് വർദ്ധിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കെയർ സ്റ്റാർമർ എന്ന് പറയുന്ന യുകെയിലെ പ്രധാനമന്ത്രി പോലും ഈ റുദർബാങ്ക് ഗ്യാങ്സ് എന്ന് പറയുന്ന ആ ഗ്യാങ്സിന്റെ വലിയ രീതിയിലുള്ള പീഡന കഥകൾ പുറത്തു വന്നപ്പോൾ ആടി ഉലഞ്ഞതാണ്. ഇതിലെയും പ്രധാനപ്പെട്ട വില്ലന്മാർ പാകിസ്ഥാനികൾ തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ കുരിശും പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി ഈ അഭയാർത്ഥികളെയും പാകിസ്ഥാനികളെയും പുറത്താക്കൂ എന്ന് പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇപ്പോൾ ഇതാ അവിടെ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് മുസ്ലിം പാകിസ്ഥാൻ പുരുഷന്മാർ നടത്തിയ ബലാത്സംഗത്തിന്റെ ഭീകരതകൾ അവരുടെ വിവാഹത്തിന് ഇരയായവർ ഓർമ്മിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിൽ ഉടനീളമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സംഘടിതമായി ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്വതന്ത്ര റേപ്പ് ഗ്യാങ് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. പട്ടണങ്ങളിലും നഗരങ്ങളിലുമുള്ള പ്രധാനമായും മുസ്ലിം പാകിസ്ഥാൻ സംഘങ്ങൾ ദുർബലരായ പെൺകുട്ടികളെ പ്രധാനമായും വെളുത്ത ബ്രിട്ടീഷുകാരെ ആസൂത്രിതമായി ലക്ഷ്യമിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. MP റൂപ്പർട്ട് ലോബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ബലാത്സംഗ സംഘ ശൃംഖലകളിൽ ഭൂരിഭാഗവും പൂർണ്ണമായും മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ള പുരുഷന്മാരായിരുന്നു, പ്രധാനമായും പാകിസ്ഥാൻ പാരമ്പര്യമുള്ളവർ എന്ന് പറയുന്നു ആ റിപ്പോർട്ടിൽ. ഇത് ഞാൻ പറയുന്നതല്ല, MP-യും ആ റിപ്പോർട്ടിൽ പറയുന്നതുമാണ്. എന്തായാലും സൊമാലി, ഇറാനിയൻ, സിറിയൻ, തുർക്കിഷ് മറ്റ് മുസ്ലിം വംശജരിൽ നിന്നുള്ള ചെറിയ ഗ്രൂപ്പുകളും സ്ത്രീകൾക്കെതിരായ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ ആർക്കൈവ് അനുസരിച്ച് പാകിസ്ഥാനി ബലാത്സംഗ സംഘത്തെക്കുറിച്ചുള്ള ആദ്യത്തെ രേഖപ്പെടുത്തിയ കേസ് 1955 മുതലുള്ളതാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും പെൺകുട്ടികളെ എങ്ങനെയാണ് ഇവർ പരിപാലിക്കുന്നത്, അതായത് ഇവർ എങ്ങനെയാണ് പെൺകുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് റൂപ്പർട്ട് ലോവ് MP അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദ മാസ് റേപ്പ് ഓഫ് വൾനറബിൾ വർക്കിംഗ് ക്ലാസ് വൈറ്റ് ഗേൾസ് ബൈ ഗാങ്സ് ഓഫ് പ്രൈമർലി പാകിസ്ഥാനി മുസ്ലിം men is pure unfettered evil. Our report outlines in great detail what has happened, why it happened and what we need to do to stop it from the happening again എന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് കുട്ടികളെ വിവാഹത്തിന് കൊണ്ടുവരാൻ ഗുണ്ടാ സംഘങ്ങൾ സാധാരണയായി നിയോഗിക്കപ്പെടും. 11 വയസ്സുള്ള പെൺകുട്ടികളെ ആദ്യം ഒരു മുസ്ലിം യുവാവ് സൗഹൃദത്തിലാക്കും. പിന്നീട് അയാൾ ആ പെൺകുട്ടിയെ മുതിർന്നവരെ പോലെ പരിഗണിക്കുകയും പിന്നീട് അവർക്ക് സമ്മാനങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, സിഗരറ്റ് എന്നിവ നൽകുകയും ചെയ്യും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടികളെ സ്കൂൾ ഗേറ്റുകളിൽ നിന്നും, കെയർ ഹോമുകളിൽ നിന്നും, തെരുവുകളിൽ നിന്നും ടാക്സികളിൽ കൊണ്ടുപോകും. അവരെ വീടുകളിലേക്കും ഫ്ലാറ്റുകളിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും ഹോട്ടലുകളിലേക്കും കൊണ്ടുപോയി അവിടെ പുരുഷന്മാർ അവരെ ഗ്യാങ് റേപ്പ്, അതായത് പലതവണ ബലാത്സംഗം ചെയ്യും, പീഡിപ്പിക്കും, ബ്ലാക്ക് മെയിലിങ്ങിനായി ഇത് ചിത്രീകരിക്കും. ശിക്ഷ അർഹിക്കുന്ന വെളുത്ത മാലിന്യം അല്ലെങ്കിൽ കൂഫാൻ ആണെന്ന് പറയും. റിപ്പോർട്ട് അനുസരിച്ച് പലരും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഗർഭിണികളായി, ചിലർക്ക് ആഘാതം മൂലം ഗർഭം അലസിപ്പോയി, മറ്റു ചിലർ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയരായി, ചിലർക്ക് ജന്മം നൽകിയ കുട്ടികളെ പിന്നീട് ഉപേക്ഷിക്കേണ്ടിയും വന്നു എന്നുള്ളതാണ്. എന്തായാലും അതിജീവിച്ചവർ പീഡനത്തിന്റെ വലിയ കഥകളാണ് അവിടെ പറയുന്നത്. നായ്ക്കൂടുകൾക്കുള്ളിലാണ് ഞങ്ങളെ പാർപ്പിക്കുന്നത്, ബിസ്മില്ല മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് പറയും, ഇല്ലെങ്കിൽ വളരെ വലുതായിട്ട് അടിക്കും, മറിച്ച് മതപരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കും. അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഭക്ഷണമില്ല, വെള്ളമില്ല, ജനനേന്ദ്രിയത്തിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കും. ഇങ്ങനെയാണ് ആ പെൺകുട്ടികൾ പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്ന് ഒന്നൊന്നും ഇല്ലാതായിപ്പോയി. പക്ഷേ ഈ ഇംഗ്ലണ്ടിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് വലിയ ഗോളുകളൊക്കെ അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.